ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി, ആക്റ്റീവ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ നമുക്കത് സ്റ്റാർട്ടിംഗ് കംപ്ലയിൻറ്റ് പെട്രോൾ ഓവർഫ്ലോ ഒക്കെ ആയിട്ട് വന്നിരുന്ന വണ്ടിയാണ്. പെട്രോൾ ലീക്കാണ് മെയിനായിട്ട് പറഞ്ഞിരുന്നത്. പിന്നെ സ്റ്റാർട്ടിംഗ് കംപ്ലയിൻറ്റ്, പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, വാട്ടർ സർവീസ് ഓപ്പണായിട്ട് കഴുകുക, അത്ര കേസാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയുടെ കാർബറേറ്റർ അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്തു. കാരണം വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാർബറേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആണ്. അതായത് കാർബറേറ്റർ എന്ന് പറഞ്ഞാൽ ഫ്ലോട്ട് വാൽവിൻ്റെ കംപ്ലയിൻ്റ് ആണ് പെട്രോൾ ലീക്ക് വരാനുള്ളൊരു കാരണം. അപ്പോൾ അത് നമ്മൾ മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഫ്ലോട്ട് വാൽവ് എന്ന യൂണിറ്റ് കേട്ടോ. അപ്പോൾ ഇത് മാറ്റിയിട്ടുണ്ട്. അതേപോലെ സ്ലോ ജെറ്റ് മാറ്റി കാർബറേറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും കാർബറേറ്ററിൻ്റെ ഉള്ളിൽ ഈ പെട്രോൾ കിടന്നിട്ട് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ എത്തനോളിൻ്റെ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് യൂസ് ചെയ്യുക. അതാണ് നമുക്ക് നിലവിൽ ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ അതാണ്. അത് ഉപയോഗിക്കുന്ന വണ്ടികൾ ഒട്ടുമിക്ക വണ്ടികളുടെ കാർബറേറ്റർ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പ്രോബ്ലമാണ് ഈ ഓവർഫ്ലോൻ്റെ പ്രശ്നം. ഇനി റിപ്പീറ്റ് വീണ്ടും ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, കാർബറേറ്റർ അസംബ്ലി മാറ്റി കളയാനൊക്കെയാണ് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ പരമാവധി ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം. പുതിയ കാർബറേറ്റർ വെച്ചാലും ഉപയോഗിക്കാൻ കിട്ടുന്ന പെട്രോൾ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത് മാറ്റണേലും വലിയ കഥയൊന്നുമില്ല. അപ്പോൾ പരമാവധി ഒരു രക്ഷയില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് കാർബറേറ്റർ മാറ്റേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ ഞാൻ മാക്സിമം ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗ് മാറ്റി വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എഞ്ചിനിൽ കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട്, കരിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് കംപ്രഷൻ ലീക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിപ്പീറ്റ് കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം കാണിക്കാൻ സാധ്യതയുണ്ട്. ആ കംപ്ലയിൻറ്റിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ആവാത്ത സമയത്ത് നമ്മളിപ്പോൾ കിക്കർ അടിച്ച് കഴിഞ്ഞാൽ കിക്കറിന് ഒട്ടും ബലമില്ലാത്ത രീതിയിൽ ഫ്രീ ആയിട്ട് താഴേക്ക് പോവുക. അതാണ് അതിൻ്റെ പ്രോബ്ലം. അപ്പോൾ അങ്ങനെ കാണിച്ചാൽ ഒന്നോ രണ്ടോ ഒരു കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. അതിനുശേഷം സെൽഫ് അടിച്ച് കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ഒരു ചെറിയ പൊട്ടലോട് കൂടി വണ്ടി സ്റ്റാർട്ടായി വരും. അത് 100% മാറണമെങ്കിൽ നമ്മൾ ഹെഡിൻ്റെ ഭാഗം അഴിച്ചിട്ട് ആ കാർബൺ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കണം, എന്നാലാണ് റെഡി ആവുള്ളൂ കേട്ടോ. പിന്നെ ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. ബാറ്ററി കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് സെൽഫിൻ്റെ കേസ് എടുക്കാൻ പറ്റില്ല. ഞാനിപ്പോൾ വേറൊരു ബാറ്ററി വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. ഇതാണ് നമ്മുടെ ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ബാറ്ററി മാറ്റി പുതിയത് വെക്കണം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഓപ്പൺ വാഷിംഗ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ തന്നെ ഫുള്ളായിട്ടൊന്ന് കഴുകാം. അതിൻ്റെ ഉള്ളൊക്കെ ഫുള്ള് ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നീറ്റായിട്ടൊന്ന് കഴുകി റെഡിയാക്കി എടുക്കാം. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഓയിൽ വലിയ കുഴപ്പം കാണണില്ല, പക്ഷേ ലെവൽ കുറവ് കാണുന്നുണ്ട്. അപ്പോൾ ആ ലെവൽ കുറവുള്ളത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടോപ്പ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് എത്ര എസ്റ്റിമേറ്റ് എമൗണ്ട് എത്ര വരുന്നുണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. ഏകദേശം നമുക്ക് ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എടുക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ.